സിനിമാ സീരിയൽ താരങ്ങളുടെ പേരിൽ പലപ്പോഴും വ്യാജ വാർത്തകൾ പലതരത്തിൽ പ്രചരിക്കാറുണ്ട്. അതിൽ ഒട്ടും സഹിക്കാൻ ആകാത്തത് മരിച്ചു എന്ന് പറഞ്ഞ് പുറത്തുവരുന്ന വാർത്തകളാണ്. പല താരങ്ങൾക്കും തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അത്തരം വാർത്തകൾ കേൾക്കേണ്ടതായും കാണേണ്ടതായും വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അങ്ങനെയൊരു ദുർവിധി സംഭവിച്ചത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായക താരങ്ങളായ ചെമ്പനീർ പൂവിലെ സച്ചിക്കും മൗനരാഗത്തിലെ കല്യാണിനുമാണ്. ഒരു വ്യാജ ഫേസ്ബുക്ക് പേജിലാണ് ഇരുവരുടെയും ചിത്രങ്ങൾ വെച്ച് വാഹനാപകടത്തിൽ സീരിയൽ നടൻ മരിച്ചുവെന്ന തംബ്നെയിലോടെ കൂടി വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ഇത് ആദ്യം കണ്ടത് ചെമ്പനീർ പൂവിൽ സച്ചിയായി അഭിനയിക്കുന്ന നടൻ അരുൺ ഒളിമ്പ്യൻ ആണ്. തുടർന്ന് ആ പോസ്റ്റിന് താഴെ തന്നെ നടൻ പോയി കമൻ്റായി കുറിച്ചത് ഇങ്ങനെയാണ്: "എടാ മോനെ, സഞ്ചയനമെങ്കിലും എന്നെ അറിയിക്കണം. ഞാൻ മരിച്ചത് എന്തായാലും അറിഞ്ഞില്ല. ഇതെങ്കിലും അറിയിക്കണേടാ പൊന്നു ഡാഷ് മോനെ" എന്നാണ് നടൻ കമൻ്റ് ആയി പറഞ്ഞത്. തുടർന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് നടൻ കുറിച്ച് ഇങ്ങനെയാണ്: "ഇതിനെയൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ പറയൂ" എന്നാണ് അരുൺ പറഞ്ഞത്. അരുണിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സീരിയൽ നടൻ നലീഫ് ജിയ കുറിച്ചത് ഇങ്ങനെയാണ്: "കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ചീപ്പ് കാര്യങ്ങൾ ഓൺലൈൻ മീഡിയകൾ ചെയ്യരുതെന്നും ഒരാഴ്ചയായി ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊന്നോ എന്നുമാണ് നലീഫ് ജിയ ചോദിച്ചത്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകന്മാരാണ് അരുൺ ഒളിമ്പ്യനും നലീഫ് ജിയയും. അതിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് അരുൺ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയത്. സാന്ത്വനത്തിലെ ശിവൻ കഴിഞ്ഞാൽ മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത നായകനാണ് കോഴിക്കോട് ബാലുശ്ശേരിക്കാരൻ അരുൺ ഒളിമ്പ്യൻ. ഏറെക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും ഒടുവിൽ ലഭിച്ച സച്ചി എന്ന വേഷം അഭിനയിച്ച് തകർക്കുകയാണ് അരുണിപ്പോൾ. എല്ലാ ചെറുപ്പക്കാരെയും പോലെ ജീവിക്കാൻ വേണ്ടി അരുണും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒടുവിലാണ് മികച്ചൊരു ഗായകൻ കൂടിയായ അരുണിനെ തേടി ചെമ്പനീർ പൂവിൻ്റെ നിർമ്മാതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തിയ സച്ചിയായി അരുൺ ഒളിമ്പ്യൻ സീരിയലിലേക്ക് എത്തിയതും മൗനരാഗം എന്ന ഒരൊറ്റ സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് നലീഫ് ജിയ.